അമ്മേ നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടോ? അമ്മ കിടക്കണില്ലേ? എന്താ ചെയ്യാന്? അമ്മയാ നാളെ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ഒരു പ്രത്യേക സാധനം ചെയ്യുക. അതെൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സുകൾക്ക് കൂടെ കാണാൻ വേണ്ടി അമ്മ റെഡി ചെയ്യുക. നാളെ രാവിലെ അമ്മ വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. അത് പണ്ട് അതൊക്കെ ഭയങ്കര ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാവരും അത് ഡെയിലി ലൈഫിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ പഴങ്കഞ്ഞി ഇന്ന് കടകളിൽ പോലും പഴങ്കഞ്ഞിയും അതുപോലെ പൊതിച്ചോറും ഒക്കെ നമുക്ക് സുലഭമായിട്ട് ലഭ്യതയുള്ള കാര്യങ്ങളാണ്. എന്നാലും വീട്ടിലെങ്ങനെയാണ് പഴങ്കഞ്ഞി ഞാൻ തയ്യാറാക്കുന്നത്? ഇന്ന് ഞാൻ പഴങ്കഞ്ഞി കുടിക്കാറൊന്നുമില്ല. ഞാൻ ചോറ് കുക്കറിലാണ് വെച്ചിട്ട് ഇത് എടുത്ത് വെച്ച ചോറ് 2 പ്രാവശ്യം കഴുകിയിട്ട് മൺകലത്തിലേക്ക് ഞാൻ ചോറിട്ട് വെച്ചു. ആ ചോറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം, അതിന് നികക്കെയുള്ള നല്ല വെള്ളം ഒഴിച്ചു വെച്ചു. മൺകലത്തിലാണ് പഴങ്കഞ്ഞി സെറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല. ഇനിയും അതിന് ഒരു 2-3 ചുവന്നുള്ളി, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയാണ്, അതും ഒരു 2 പച്ചമുളകും കൂടെ നല്ലതായിട്ട് ചതച്ചെടുത്ത് നല്ല 2 പച്ചമുളകും ചതച്ചെടുത്ത് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് തൈരും ചേർത്ത് തന്നെ വെക്കാം. പിന്നെ കുറച്ച് കട്ട തൈര് ഇതും കൂടി ഇട്ടൊന്ന് ഇളക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി നാളെ രാവിലെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ സെറ്റ് ചെയ്ത് വെച്ച പഴങ്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനൊക്കെ കഴിഞ്ഞു, മക്കളെ സ്കൂളിലേക്ക് വിട്ടു, കുറച്ച് നടക്കാനൊക്കെ പോയിട്ട് വന്ന് ഇപ്പം പഴങ്കഞ്ഞി കുടിക്കാൻ പോവാണ്. നിങ്ങളെ ഞാൻ എൻ്റെ പഴങ്കഞ്ഞി കുടിക്കുന്ന കാണിക്കാം. നിങ്ങൾക്കിത് കാണുമ്പം നിങ്ങൾക്കും ഇതിന് നല്ല കൊതി വരുമെന്ന് എനിക്കറിയാം. ഇത് നല്ല ഒരു മുളകും ഒക്കെ കിടക്കട്ടെ കുറച്ച്. അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് ഈ ചോറിലേക്ക് ഞെരടി, ഈ മുളകും ഒക്കെ ഒന്ന് ഞെരടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടി ഇവിടെ കറികളൊക്കെ ഇരിപ്പുണ്ട്. ഇന്നലെ വെച്ച കറികളൊക്കെ ഞാൻ എല്ലാ കറികളും ഒന്നും എടുത്തില്ല. ഒരു കുറച്ച് ഇഞ്ചിക്കറി, എന്തെങ്കിലും ഒരു അച്ചാറ്, അത് ഈ പഴങ്കഞ്ഞിയുടെ കൂടെ വളരെ രുചികരമായ ഒരു സാധനമാണ്. അപ്പോൾ ഇഞ്ചിക്കറി ആകുമ്പോൾ അതിൻ്റെ കൂടെ പുളിയും എരിയും എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഒരു ഇച്ചിരി മീൻ കറിയും ഒരു മീൻ വറുത്തതും. ഒരുപാട് കറികളൊന്നും വേണ്ട, ഇച്ചിരി ഉണക്കമീൻ വറുത്തതാണേലും മതി. ഈ പഴങ്കഞ്ഞിയുടെ കൂടെ ഈ മോരും ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ഇഞ്ചിക്കറിയും ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി ആ മുളകും ഒക്കെ ഒന്ന് ഇച്ചിരി ഞെരടി ഒരു ഇച്ചിരി മീനും കൂടെ വെക്കാം. ഇത് ഇന്നലെ വറുത്ത മീൻ ഇരുന്നതാണ്, അതിപ്പോൾ ഞാൻ ചൂടാക്കിയെടുത്തു. ഇതിങ്ങനെ അങ്ങോട്ട് എനിക്കിപ്പം തന്നെ വായിക്കൂടെ വെള്ളം വരുന്നത് ഇങ്ങനെ. അടിപൊളി. ഇതിൻ്റെ ഒരു ഇച്ചിരി ഇഞ്ചിക്കറിയും ഒരു രക്ഷയില്ല. എന്നും ഈ പഴങ്കഞ്ഞിയൊന്നും കുടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. വല്ലപ്പോഴും നമുക്ക് ആ നൊസ്റ്റാൾജിയ വരുമ്പോൾ ഈ പഴങ്കഞ്ഞിയും പൊതിച്ചോറും ഒക്കെ ഒത്തിരി നല്ലതാണ്. ഈ പഴങ്കഞ്ഞിയിൽ ഈ മോരൊക്കെ ചേർത്ത് ഇങ്ങനെ കഴിക്കുമ്പം ഒരു വല്ലാത്ത സുഖമായി. അപ്പം ഞാൻ ഇതിൻ്റെ വെള്ളം ഒന്നിച്ചിട്ട് കുടിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലൊന്ന് ചെയ്ത് നോക്കണം.
ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഞാൻ ഈ ബാക്കി എൻ്റെ ചോറൂടെ കഴിച്ച് തീരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ബൈ. താങ്ക് യു ഓൾ.